നമസ്കാരമുണ്ടേ. ഇതൊരു ചെറിയ വീഡിയോ ആണ്. രാവിലെ പത്രം വായിക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ദുശ്ശീലമൊന്നും എനിക്കില്ല. വല്യച്ഛൻ്റെ വീട്ടിലിട്ട പത്രമാണ്. അവർ ബാംഗ്ലൂർ പോയിരിക്കുന്നതുകൊണ്ട് ആരെങ്കിലുമൊക്കെ വായിക്കണ്ടേ എന്ന് വിചാരിച്ച് ഞാൻ വായിക്കുന്നു, അത്രയേ ഉള്ളൂ. കാരണം ഇപ്പോൾ പത്രങ്ങളിൽ പരസ്യം മാത്രമേ ഉള്ളൂ, വാർത്തകൾ വളരെ കുറവാണ്. ആദ്യം തന്നെ സ്പോർട്സ് പേജ് ഒന്ന് എടുത്തു നോക്കി. മിക്ക കളികളും അവസാനം വരെ ഞാൻ കാണാറുണ്ടെങ്കിലും ചിലത് ഞാൻ ഉറക്കം വന്നിട്ട് നേരത്തെ എണീറ്റ് പോകും. അപ്പോൾ ഒരു ടീം ജയിക്കുന്നു വിചാരിച്ച് പോയി കഴിഞ്ഞാൽ രാവിലെ പത്രം വായിക്കുമ്പോഴാണ് മനസ്സിലാവുക നമ്മൾ വിചാരിച്ച ടീം തോറ്റുണ്ടാവുന്നത്. പിന്നെ സിനിമാ പേജ് ഒന്ന് നോക്കി. ബുക്ക് മൈ ഷോ ഒക്കെ ഉള്ള ഈ കാലത്ത് ഏത് തിയേറ്ററിൽ ഏത് സിനിമയെന്ന് നമുക്ക് സുഖമായിട്ട് മനസ്സിലാവും. എന്നാലും ഇതിലൂടെ അറിയുമ്പോൾ ഒരു സന്തോഷം. പത്രം വായനയൊക്കെ കഴിഞ്ഞ് കുളിക്കാൻ പോകാൻ നിൽക്കുമ്പോഴാണ് യൂസഫൊക്കെ കുറച്ച് കരിമീനായിട്ട് വന്നത്. അപ്പോൾ അതങ്ങ് വാങ്ങി. ആലപ്പുഴ ഭാഗങ്ങളിൽ കിട്ടുന്ന കരിമീനുമായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ. ഇത് ശരിക്കും ഫിലോപ്പിയാണ്. പക്ഷേ ഇവിടെയൊക്കെ കരിമീനായിട്ട് കിട്ടുന്നത് ഇതാണ്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് 2 ദോശയും ചട്നിപ്പൊടിയും കഴിച്ചു. ഉച്ചയ്ക്ക് എന്താ സ്പെഷ്യൽ എന്ന് അമ്മയോട് ചോദിച്ചപ്പോഴാണ് അമ്മ പറഞ്ഞത് ഇന്ന് നമുക്കൊരു കല്യാണം കൂടാനുണ്ടെന്ന്. ആ കല്യാണ കത്തും എനിക്ക് നേരെ നീട്ടി. നല്ലൊരു കല്യാണ കത്തല്ലേ. ആരാ ഏതാ എന്നൊന്നും എനിക്കറിയത്തില്ല. നമ്മുടെ നാട്ടിലൊരു കല്യാണം എന്തായാലും വീട്ടിൽ ക്ഷണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും അച്ഛനും അമ്മയും കൂടിയും ആ കല്യാണത്തിന് അങ്ങ് പോയി. ഇതാണ് ഞങ്ങളുടെ വാടനാംകുറിശ്ശിയിലെ 2 കല്യാണ മണ്ഡപങ്ങളിൽ ഒന്നായ MT's കൺവെൻഷണൽ പാലസ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ചെറിയൊരു ഓഡിറ്റോറിയം തോന്നുമെങ്കിലും അത്യാവശ്യം വലിയൊരു AC ഓഡിറ്റോറിയം തന്നെയാണ്. കല്യാണ പെണ്ണിൻ്റെയും കൂട്ടുകാരികളുടെയും ഡാൻസ് ഒക്കെ അടിപൊളിയായി. അപ്പോൾ ഇവരാണ് ഇന്നത്തെ താരങ്ങൾ, രഞ്ജിമ ആൻഡ് അരുൺ. ഹാപ്പി മാരീഡ് ലൈഫ്. അച്ഛനെതിരടയ്ക്ക് പെൺകുട്ടിയുടെ അച്ഛനെ കണ്ട് ഗിഫ്റ്റൊക്കെ കൊടുത്തു കേട്ടോ. ഞങ്ങൾ സ്റ്റേജിലൊന്നും കയറിയില്ല. അടുത്ത പരിപാടി അറിയാലോ, ഊണ് കഴിക്കൽ തന്നെ. ഇത് 4ാമത്തെ പന്തിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഏതെങ്കിലും കല്യാണമൊക്കെ കണ്ടിട്ട് സദ്യം കഴിച്ചിരുന്നാൽ മതിയോ? സ്വന്തമായിട്ടൊരു കല്യാണമൊക്കെ കഴിക്കണ്ടേ എന്നുള്ള ഫ്രഷ് കമൻറ്റുകൾ ഇടാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ബോക്സിലേക്ക് സ്വാഗതം. സദ്യം കഴിച്ച് കാർ എടുക്കാൻ പോയപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. നമ്മുടെ കുട്ടാപ്പിയെ പാർക്ക് ചെയ്തതിൻ്റെ തൊട്ടടുത്തൊരു ചേട്ടൻ പാർക്ക് ചെയ്ത രീതി നോക്കി നോക്ക്. അങ്ങേരുടെ കാറ് അങ്ങേർക്ക് എങ്ങനെ വേണേലും പാർക്ക് ചെയ്യാം. പക്ഷെ നമ്മുടെ കാറിലേക്ക് ഒരു ഗിഫ്റ്റും കൂടി തന്നിട്ടുണ്ട്, പുള്ളിയുടെ വണ്ടിയുടെ പെയിൻറ്റ്. അവരോട് സംസാരിച്ചു. കുട്ടികൾ അറിയാണ്ട് ഡോർ തുറന്നതാ. ഇത് നോക്കി നോക്ക്, ഒരു കിസ് അടിച്ച പോലത്തെ പാടൊക്കെ തന്നിരിക്കുന്നത്. വീട്ടിൽ പോയിട്ട് എന്താ ചെയ്യാൻ പറ്റാന്ന് നോക്കാം. എന്താ അവൻ തലേനെ ശരിക്കും ബെഡിൽ കിടക്കണ പോലെ ഉണ്ട്. 2 കുട്ടികൾ വന്നിട്ടുണ്ട്. ഒരു കുട്ടി ഇതാ ഉള്ളിൽ കയറുന്നു. പിന്നെ മാങ്ങയ്ക്ക് കാവലായി ഒരാളുണ്ട്. ഈ മാങ്ങയ്ക്ക് കാവലിരിക്കുകയാണോ? എന്താ ചൂട്, പറ്റില്ല. അങ്ങനെ വീടെത്തി. വണ്ടിയിലൊരു സ്ക്രാച്ചും വേണോ? അയ്യോ, എന്തായാലും ഡീസൽ ഇട്ടിട്ടൊന്ന് തുടച്ചെടുക്കാം. ഇപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, കുട്ടികൾ ഡോർ തുറന്നപ്പോൾ പറ്റിയതാ. ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് ഡീസൽ ഇട്ടിട്ട് ഉരച്ച് കഴിഞ്ഞാൽ പഴയ വെള്ള പെയിൻറ്റിലേക്ക് ആവും തോന്നുന്നുണ്ട്. നോക്കാം എന്തായാലും, പെട്ടെന്ന് തന്നെ പോട്ടെ. 3 ആഴ്ച മുന്നേ നമ്മൾ പൊന്നാനി പോകുന്ന വഴി റോഡ് പണിയുടെ ഇടയിൽ കൂടെ വണ്ടി ഓടിക്കേണ്ടി വന്നേ. അപ്പോൾ കീല് കുറച്ച് വണ്ടിയിലായി. അതുകൊണ്ട് കുറച്ച് ഡീസൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ തുടച്ച് കളയാനായിട്ട്. എന്തായാലും അത് തുടച്ച് കളഞ്ഞപ്പോൾ ആ പാടൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് കുറച്ച് സന്തോഷമായി. എനിക്ക് ആ സ്ക്രാച്ച് കണ്ടപ്പോൾ ഭയങ്കര വിഷമായിരുന്നു. കാരണം വണ്ടി ഓടിക്കാൻ പഠിക്കുന്ന സമയത്ത് കുറച്ച് സ്ക്രാച്ചൊക്കെ ഉണ്ടാക്കിയെങ്കിലും ഇപ്പോൾ കുറച്ച് കാലമായിട്ട് തട്ടലും മുട്ടലൊന്നും ഇല്ലാണ്ട് ഞാൻ കൊണ്ടുപോകുന്ന ഒരു വണ്ടിയാണേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനൊരു ചെറിയ ഉച്ചവിശ്രമത്തിലേക്ക് പോവുകയാണ്. 2 ഗ്ലാസ് പായസം കുടിച്ചു, അതിൻ്റെ ഒരു മയക്കം. അങ്ങനെ 3 മണിയോടുകൂടി ഉച്ചമയക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങി. ഒന്നുമല്ല, കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാൻ. ഈ ചൂട് കാലത്ത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലത് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു പൈനാപ്പിളും അതുപോലെ തന്നെ കുറച്ച് മുന്തിരിയും ഒക്കെ വാങ്ങി. മാങ്ങ പിന്നെ അത്യാവശ്യം വീട്ടിൽ തന്നെ ഉണ്ട്. ഈ സ്ഥലം എന്ന് പറയുന്നത് ഞങ്ങൾ വാടനാംകുറിശ്ശിക്കാരുടെ സ്വന്തം ചട്ടിപ്പറമ്പ് മാർക്കറ്റാണ്. കുക്കു ഫിഷ് സ്റ്റാൾ അത് ക്ലോസ്ഡ് ആണിപ്പോൾ. ഒരു 5:30 ആകുമ്പോൾ തുറക്കും. ഒരുപക്ഷെ യൂട്യൂബിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഇവിടെയൊക്കെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുക. അത് വാടനാംകുറിശ്ശിയുടെ സ്വന്തം വ്ളോഗറായ ഞാൻ തന്നെ വേണമല്ലോ. എല്ലാ നാട്ടിലുള്ള പോലെ ഒരു പാവം പിടിച്ചൊരു മാർക്കറ്റ്. ഇപ്പോൾ ഫ്രൂട്ട് സ്റ്റാളിനും ഫിഷ് സ്റ്റാളിനും പുറമെ ഒരു വെജിറ്റബിൾ സ്റ്റോറും പിന്നെ ഒരു ചിക്കൻ സ്റ്റാളും പിന്നെ ഒരു ഡുവ മാർട്ടും പിന്നെ മട്ടൺ ആൻഡ് ബീഫ് സ്റ്റാളും ഉണ്ട്. അതിന് പുറമെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട്. ഇവിടെ നല്ല ചൂട് എണ്ണക്കടികളും പിന്നെ ചൈനീസ് ഐറ്റംസ് ഒക്കെ കിട്ടും. അതിൻ്റെ തൊട്ടടുത്ത് ഒരു പുതിയ കട തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് ഈ അച്ചാർ ഐറ്റംസ് ഒക്കെ കിട്ടും. ഇപ്പോൾ മാർക്കറ്റിൽ അത്ര തിരക്കൊന്നും ഇല്ലയെന്ന് നോക്കണ്ട. ഒരു 5 മണിക്ക് കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. അയ്യോ, ഇന്നലെ രാത്രി ഉണ്ടായ ഒരു അപകടമാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള പിക്കപ്പ് വാന ബസ്സിലിടിച്ചു. ആർക്കും കാര്യമായ പരിക്കൊന്നുമില്ല. മാർക്കറ്റിൽ പോയി തിരിച്ചു വന്ന് ഫോൺ നോക്കി നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിലാണ് ഈ ഒരു നല്ല കാഴ്ച ഞാൻ കണ്ടത്. അപ്പോൾ ആ ദിവസം വൈകുന്നേരമാണ് ഞാൻ ഇതിൻ്റെ ബാക്കി എടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഡ്രസ് ചേഞ്ച്. നിങ്ങളിപ്പോൾ കണ്ട പോലെ 23K
അതായത് 23,000 യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഈ കൊച്ചു ചാനലിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് നന്ദി എല്ലാവർക്കും, സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. ഈ 20K ആക്ച്വലി ലാസ്റ്റ് ഇയർ ഈ ഒരു സമയത്താണ്, കറക്റ്റ് ഏതാണ്ട് 1-2 ദിവസത്തെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഒരു വർഷം മുന്നേ ഈ ടൈമിൽ തന്നെയാണ് 20K അടിച്ചത്. സോ 23ലേക്ക് എത്താൻ ഒരു വർഷം പിടിച്ചു. ഞാനിപ്പോൾ പഴയ പോലെ അധികം ഷോർട്സ് ഒന്നും ഇടുന്നില്ല. എൻ്റെ യൂട്യൂബ് ചാനലിൽ ആക്ച്വലി കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് എത്തിയത് ഷോർട്സിലൂടെയാണ്. സോ അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇനി അങ്ങോട്ട് കൂടുതൽ ഷോർട്സും ലോങ് വീഡിയോയും ഒക്കെ ഇടണമെന്നുണ്ട്. സോ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം. പിന്നെ ഈ വീഡിയോയിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ വീഡിയോൻ്റെ തംബ്നെയിലിൽ പറഞ്ഞ പോലെ 3 ആഴ്ചയ്ക്ക് ശേഷം നമ്മൾ ഇന്ന് വിഷു ആഘോഷിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനൊരു കാരണമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഐ തിങ്ക് നമ്മുടെ സർബത്ത് ഉണ്ടാക്കിയൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു വിഷു ഉണ്ടായിരുന്നില്ല. വിഷുവിൻ്റെ അന്ന് തലേ ദിവസം നമ്മുടെ അമ്മയുടെ ഫാമിലിയിൽ ഒരു അങ്കിൾ മരണപ്പെട്ടു. അതുകൊണ്ട് ഞങ്ങൾക്ക് വിഷു ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ ഓൾറെഡി കുറച്ച് പടക്കമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം. അതായത് അതിനും തലേ ദിവസം, വിഷുവിന് 2 ദിവസം മുന്നേ പടക്കമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ പടക്കമൊക്കെ പൊട്ടിച്ച് കളയണ്ടേ അല്ലേ? അത് ജസ്റ്റ് നമുക്കിങ്ങനെ വെച്ചിട്ട് അടുത്ത വിഷു വരെയോ അല്ലെങ്കിൽ അടുത്ത ദീപാവലി വരെയോ കൊണ്ടുപോകാനുള്ള ഒരു താല്പര്യമില്ല എനിക്ക്. അതുകൊണ്ട് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മൾ പടക്കം പൊട്ടിക്കലാണ് പരിപാടി, ഡിന്നറിന് ശേഷം. അതങ്ങനെ ഒരു വട്ട്. ആൾക്കാർ വിചാരിക്കും അർജുന ഫാമിലിക്ക് വട്ടാണെന്ന്. അല്ലെങ്കിൽ ആരെങ്കിലും ഈ മെയ് മാസത്തിൽ പടക്കം പൊട്ടിച്ചിരിക്കുമോ? പക്ഷെ നമ്മുടെ പടക്കം തീരണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് കുറച്ചും കൂടി ഉള്ളൂ. ഇത്തിരി പുത്തിരി കമ്പിത്തിരി ഒക്കെ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് രാത്രി ഇന്ന് ഇരുട്ടായതിനു ശേഷം അതൊക്കെ ഒന്ന് പൊട്ടിക്കാം. അതോടുകൂടി നമ്മുടെ ഇക്കൊല്ലത്തെ വിഷു ആഘോഷം തീരുന്നു. അങ്ങനെ 3 ആഴ്ചയ്ക്ക് ശേഷമുള്ള വിഷു ആഘോഷങ്ങൾ കൂടി നിങ്ങൾ കണ്ടോളൂ. മാലപ്പടക്കം എനിക്ക് ഇപ്പോഴും കുറച്ച് പേടിയുണ്ട്. അയൽക്കാരൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു തുടങ്ങി, എന്താണിത് പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രസം. അങ്ങനെ ഈ കമ്പിത്തിരി കത്തി തീരുന്നതോടുകൂടി നമ്മുടെ വിഷു ആഘോഷങ്ങൾ തീരുകയാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ 3 അല്ല, വിഷു കഴിഞ്ഞ് 4 ആഴ്ചയായിട്ടുണ്ടാവും അറിയാം. ഇത് ലാസ്റ്റ് വീക്ക് എടുത്തൊരു വീഡിയോ ആണ്. എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് സമയം എടുത്തു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം.